കമന്റിൽ വന്നിട്ട് അനുമോൾക്കെതിരെ രേവതി എന്തൊക്കെയോ പറയുന്നുണ്ടോ ഒന്ന് നോക്കുമോ എന്ന് ചോദിച്ചതിന്റെ പ്രകാരം ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. കുറേയധികം വീഡിയോസിലൊക്കെ അനുമോളെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് അവരത് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എനിവേ അവർ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വല്ല പേയ്മെന്റ് വാങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു. ഓർ എൽസ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരാരെങ്കിലും അവരുടെ ശത്രുപക്ഷത്തുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇത്ര രീതിയിൽ അവരെ ഡീഗ്രേഡ് ചെയ്യേണ്ട കാര്യം ആ സ്ത്രീക്കില്ല എന്ന് തന്നെ ഞാൻ പറയും. ഞാൻ ഇന്നലെ കുറച്ച് ഭാഗം എടുത്തു വെച്ചിട്ടുണ്ട്, അതൊന്ന് കേൾക്കാം. സത്യത്തിൽ ഇവർക്ക് നല്ല രീതിയിൽ അവരോട് ദേഷ്യമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അവർ പറഞ്ഞ ഒരു വീഡിയോയുടെ കുറച്ച് പോർഷൻ ഞാൻ ഇവിടെ വെക്കുന്നത് കേട്ടോ. ഒനിൽ നിരപരാധിയാണോ? എന്താണ് ഇന്നലെ ലൈവിൽ നടന്നത്? ഇതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ലക്ഷ്മി കളിക്കുന്നത് ഇതൊരു ചീപ്പ് ഗെയിമാണ്. അപ്പോൾ ഇതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ലക്ഷ്മി എന്താണ് ഉദ്ദേശിച്ചത് എല്ലാം നമുക്ക് സംസാരിക്കാം. വീട്ടുകാർ എങ്ങനെ ഇതിനൊരു സ്റ്റാൻഡ് എടുത്തത്, ലാലേട്ടന്റെ കഴിഞ്ഞ ആഴ്ചത്തെ പുതപ്പിനുള്ളിൽ എന്താണെന്ന് പറഞ്ഞ സംഭവത്തിന് ശേഷം വീട്ടുകാർ ഇതിനിടയിൽ എന്ത് സ്റ്റാൻഡാണ് എടുത്തത്, ഇതെല്ലാം ഞാൻ പറയാം. ലൈവിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. സോ ഇവിടെ മസ്താനിക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഇത് പബ്ലിക്കിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? മസ്താനി മൈക്ക് ഊരി ഇട്ടിട്ട് ലക്ഷ്മിയോട് പറഞ്ഞ കാര്യമാണ്. പക്ഷേ ലക്ഷ്മി ഇത് ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ചെയ്ത കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യമുണ്ട്. കഴിഞ്ഞ ആഴ്ച അനു ഇതേപോലത്തെ ഒരു സംഭവമാണ് മോറൽ പോലീസിങ്, അല്ലെ? മോറൽ പോലീസിങ് കണ്ടു ഈ ഒരു സംഭവം എടുത്തിട്ട് ആ എപ്പിസോഡ് മുഴുവൻ അനുവിനെയാണ് ചർച്ച ചെയ്തത്. അത് മാത്രമല്ല അനുവിന് ഇത് പുറത്ത് പോസിറ്റീവ് ആകാം എന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടിയാണ് ലക്ഷ്മി ഇത് ചെയ്തത്. മനസ്സിലായി? കാര്യം ലക്ഷ്മി ബാക്കിയൊന്നും ഇതിന്റെ റിസൾട്ട് ഒന്നും കാണുന്നില്ല. അനുവിനെ വൈൽഡ് കാർഡായിട്ട് കയറി കഴിഞ്ഞല്ലോ. സോ ഇതേ ഗെയിം തന്നെ എടുത്തിട്ട് കളിക്കാൻ ലക്ഷ്മി ഉദ്ദേശിക്കുന്നുണ്ട്, കളിച്ച് കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലായി? അതേ സെയിം ഗെയിം തന്നെ, വേറെ രീതിയാണെന്നേ ഉള്ളൂ. സെയിം ഗെയിം, ക്യാരക്ടർ അസാസിനേഷൻ, ഡിഫമേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ക്യാരക്ടർ അസാസിൻ, ഒരാളുടെ വ്യക്തിഹത്യയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇനി ഒന്നിൽ ഇതിൽ പാവമാണോ നിരപരാധിയാണോ അത് ഞാൻ ഒരാളുടെ വ്യക്തിഹത്യ അല്ലെങ്കിൽ ക്യാരക്ടർ അസാസിനേഷൻ. ഇതിനകത്ത് പുള്ളിക്കാരത്തി പറയണത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുറത്ത് നടന്ന കാര്യങ്ങൾ കണ്ടിട്ട് അകത്തേക്ക് വന്ന ലക്ഷ്മി അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് മനസ്സിലാക്കിയിട്ടില്ല. എന്ത് പുറത്ത് കിട്ടിയെന്ന് മനസ്സിലാക്കിയിട്ടില്ല. പുറത്ത് കിട്ടാൻ ഒന്നുമില്ല. കുറച്ചുകൂടെ അനുമോൾക്ക് കൂടുതൽ ഊർജം കിട്ടി എന്നതിനപ്പുറം പുറത്ത് ആരും അനുമോളെ എതിർക്കുകയില്ല, സംസാരിക്കുകയില്ല. പുരോഗമനവാദികൾ എന്ന് പറയുന്ന ഫ്രീ സെക്സിന്റെ കുറെ വക്താക്കൾ, അത് താങ്കളുമാകാം, താങ്കൾക്ക് താല്പര്യമായിരിക്കാം, അങ്ങനെ ഉള്ളവരാണ് അനുമോൾക്ക് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ഈ ഫ്രീ സെക്സിന് വേണ്ടിയിട്ട് പുരോഗമനവാദം പറയുന്ന പുരോഗമനവാദികളാ കപട പുരോഗമനവാദികൾ എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതല്ല പ്രോഗ്രസീവ് തോട്ട്. ഞാൻ ചോദിക്കട്ടെ, ആര്യൻ ഈ രീതിയിൽ ഒരു മോശപ്പെട്ട കാര്യം അനുമോൾക്ക് എഗൻസ്റ്റ് ആയിട്ട് അവിടെ പറഞ്ഞിട്ട് അനുമോൾ അങ്ങനെയാണ് എന്ന് വീണ്ടും മോഹൻലാലിന്റെ മുൻപിൽ വെച്ചുപോലും പറഞ്ഞിട്ടും മോഹൻലാൽ എന്തുകൊണ്ട് അനുമോൾക്ക് വേണ്ടി ആര്യനോട് അങ്ങനെ പറയരുതെന്ന് പറഞ്ഞില്ല? മോഹൻലാലിന്റെ മകളായിരുന്നു അവിടെയെങ്കിൽ ആ ചോദ്യം വരുമോ? ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യമാണ് റെലവന്റ്. മോഹൻലാലിന്റെ മകളെയാണ് അനുമോളുടെ ഭാഗത്തെങ്കിൽ മോഹൻലാൽ അത് ചെയ്യുമായിരുന്നു എന്ന ചോദ്യം. ഇതേ ചോദ്യം കഴിഞ്ഞ സീസൺസ് ഇതിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജാസ്മിനെ ഈ രീതിയിൽ അവഹേളിക്കാൻ ഇട്ടുകൊടുക്കുന്ന മോഹൻലാലിന്റെ മകളെയാണ് ആ പൊസിഷനിലെങ്കിൽ ഇത് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചതാണ്. ഈ ചോദ്യം തന്നെയാണ് PR-കളായിട്ട് നിങ്ങൾ പറയുന്ന അവളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വന്ന് നിങ്ങളോട് ചോദിക്കുന്നത്. നമ്മൾ ഒരു വാക്ക് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെ അവർ ടാർഗറ്റ് ചെയ്യുക, അതൊരു തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു ചോദ്യമായിരിക്കും അവർ ചോദിച്ചിട്ടുണ്ടാവുക. അതിന്റെ മകളിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ ഉത്തരവാദിത്തമല്ല. പക്ഷേ ഈ ഒരു ചോദ്യം ചോദിക്കും. നിങ്ങളുടെ കുഞ്ഞിനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു പൊസിഷനിൽ വിടുമോ? നിങ്ങളുടെ മകളെ ഒരാള് ഇതുപോലെ ചെയ്താൽ ലക്ഷ്മി അത് കയറി ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? അവൾക്ക് അത് ചോദിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവൾ വന്ന് ലക്ഷ്മിയോട് പറയുകയാണ്. അപ്പൊ ലക്ഷ്മി ചോദിച്ചാൽ അത് തെറ്റാണോ? കുറച്ചുകൂടെ കോമൺ സെൻസ് ഉപയോഗിക്കുക. പെണ്ണുങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് പറയുന്നത് പെണ്ണ് തന്നെയാണ്, സ്ത്രീ തന്നെയാണ് സ്ത്രീന്റെ ശത്രു എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുപോലൊരു കാര്യമാണ് രേവതി ഈ പറയുന്നത്. നിങ്ങൾക്ക് ഇതുകൊണ്ടാണ് ഒരു ബെനിഫിറ്റ്. ബിഗ് ബോസ് തന്നെയാണ് നിങ്ങളുടെ ഇത്, അത് തർക്കമില്ല. പക്ഷേ ഒരു വിഭാഗത്തിനെ മാത്രം അഡ്രസ് ചെയ്ത് ഏത് വിഷയത്തിലും അനുവിനെ വലിച്ചിടുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അനുമോളുടെ പേര് പറഞ്ഞാലേ നിങ്ങൾക്ക് വ്യൂ ഉള്ളൂ എന്നുള്ളത് കൊണ്ടല്ലേ? അതാണ് അതിന്റെ സത്യം, അല്ലാതെ വേറൊന്നുമല്ല. അനുമോൾ ഇതിനകത്ത് എവിടെ വന്നു? ആ പിക്ചറിലേ ഇല്ലാത്ത അനുമോളിനെ നിങ്ങൾ എന്തിനാ അതിനകത്ത് പിടിച്ചിരിക്കുന്നത്? മോറൽ പോലീസിങ് എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തിൽ വിത്തൗട്ട് പെർമിഷൻ ഒരു പെണ്ണിനെ അവൻ കയറി പിടിച്ചു, അതിനെ ചോദ്യം ചെയ്യുന്നതാണ്. അത് മോറൽ പോലീസിങ് അല്ല. അവിഹിതത്തിനെയാണ് ചോദിക്കുക. അതിനെയൊക്കെയാണ് മോറൽ പോലീസിങ് എന്ന് പറയുന്നത്. ഈ പറയുന്ന സംഗതി അവൾക്ക് ഏർപ്പെട്ട ബുദ്ധിമുട്ടിനെയാണ് അവൾ ചോദിക്കുന്നത്. അത് ചോദ്യം ചെയ്യലാണ്. അത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യേണ്ടതാണ്. നാളെ നിങ്ങൾക്കും വരാം ഈ ബുദ്ധിമുട്ട്. ഒരു സൗഹൃദങ്ങൾ ഇപ്പൊ നമ്മുടെ വീട്ടിൽ പൊടി കുട്ടിയുടെ അടുത്ത് നമ്മൾ ഗുഡ് ടച്ച് ബാഡ് ടച്ച് പറഞ്ഞു കൊടുക്കും. ആരെയാണ് കൺസേൺ ചെയ്യുന്നത്? അമ്മയുടെ സഹോദരൻ പോലും വന്നാൽ മടിയിൽ കയറി അധികം കളിക്കാൻ നിൽക്കണ്ട എന്ന് നമ്മുടെ കുഞ്ഞിനോട് നമ്മൾ പറയണത് ഏറ്റവും വലിയ വേദനിക്കുന്ന ഒരു കാര്യമാണത്. സ്വന്തം സഹോദരനെ പറ്റി മകളോട് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ അത് പറഞ്ഞു കൊടുക്കണം. കാരണം തെറ്റുകൾ അവിടെ നിന്നും വരാം. അവിടുന്ന് ആയിരിക്കാം ചിലപ്പോൾ അനുഭവങ്ങൾ ഉണ്ടാവുക. നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല. ആരെയും നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. ഈ ഒരു വിഷയം 75ഓളം ക്യാമറകൾക്ക് മുൻപിൽ വന്ന് അവളോട് പറയുമ്പോൾ അവൾ അതിന് ആക്ഷൻ എടുത്തില്ലെങ്കിൽ നീ തന്നെ പറയും ലക്ഷ്മി പോക്ക് കേസാണെന്ന്. പറയത്തില്ലേ?
ബോൾഡായ, തന്നെക്കാൾ ശക്തിയായ, സ്ട്രോങ് ആയ ഒരു പെണ്ണിനെ കാണുമ്പോൾ തോന്നുന്ന ഒരു അസൂയ മാത്രമാണ് നിങ്ങൾക്ക് ലക്ഷ്മിയോടും അനുമോളിനോടും ഉള്ളത്. അനുമോൾ ഇത്രയും പേരോട് ഫൈറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ്. നോക്കൂ, ഒനില അതിനകത്ത് പോയിരുന്ന മോങ്ങാണ്. ആണൊരുത്തനിക്ക് മോങ്ങാൻ പറ്റുന്നുണ്ടോ? ആണൊരുത്തൻ മോങ്ങുന്ന കാര്യം പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ചെറിയ പ്രായത്തിൽ തന്നെ ഈ കുട്ടികൾ കരഞ്ഞാൽ അവരെ കളിയാക്കുന്ന എങ്ങനെ? അയ്യേ ആമ്പിള്ളേർ കരയോ, എല്ലാവർക്കും ഫീലിംഗ് സെയിം ആണ്. പക്ഷേ ഈ ഒരു കാര്യം സൊസൈറ്റിയിൽ ഇങ്ങനെ എല്ലാവരും, പ്രത്യേകിച്ച് വീടുകളിൽ പോലും അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾ ആൺകുട്ടികൾ കരയാറില്ല. പക്ഷെ ആണുങ്ങളാണ് ഏറ്റവും കൂടുതൽ കരയുന്നത്. കണ്ടില്ലേ, പൊട്ടി കരയുന്നത്. അപ്പൊ അവന് നേരെ നിന്ന ഒരു അലിഗേഷൻ, അവനത് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത തക്കവണ്ണം ഇത്രയും സ്ട്രെങ്ത് ഉള്ള സാധനമാണെന്ന് അവനിക്ക് മനസ്സിലായി. സൊസൈറ്റിയിൽ അവന്റെ പേര് തന്നെ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. വിവാഹം കഴിക്കാത്ത അനുമോൾക്കെതിരെ ഈ നാറി, ഈ പേപ്പട്ടി, ഈ വൃത്തികെട്ട ആര്യൻ പറഞ്ഞ ഒരു കാര്യത്തിനെ പറ്റി ചോദിക്കുക പോലും ചെയ്യാതിരുന്ന മോഹൻലാല് പ്രോഗ്രസീവ് തോട്ടുകാരനാണോ അതോ കൂട്ടിക്കൊടുപ്പുകാരനാണോ? എന്ത് വൃത്തികെട്ട കൂട്ടിക്കൊടുപ്പ് മനസ്സുള്ളവനിക്കായിരിക്കും ഈ വൃത്തികേട് അനുമോൾക്കെതിരെ അവൻ പറഞ്ഞിട്ട് അനുമോളെ മാത്രം വഴക്ക് പറഞ്ഞ് അങ്ങ് ഒതുക്കിയത്? ഒരാളെ കോൺട്ര ചെയ്യുന്നെന്ന് വ്യക്തമായി ക്യാമറകളിൽ കൂടെ മനസ്സിലായില്ലേ? ഞങ്ങളൊക്കെ അലറി വിളിക്കുകയല്ലേ, പറയല്ലേ ഈ ഒരു പ്രശ്നം പരിഹരിക്കൂ, അനുമോൾ അവിടെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഹെൽപ്പ് ഹെർ നമ്മളൊക്കെ പറഞ്ഞിട്ട് പോലും വന്നിട്ട് വാഴ പറഞ്ഞത് എന്താണ്? പ്രോഗ്രസീവ് തോട്ടുകാരൻ കൂട്ടിക്കൊടുപ്പുകാരൻ എന്താ പറഞ്ഞേ? അതാണ് പറഞ്ഞത്. 23 വയസ്സുകാരൻ ചെറുക്കന്റെ ബോധമില്ലായ്മ പലയിടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. എടി പോടി വാടി മറ്റത് മറിച്ചത്, തന്നെക്കാൾ മുതിർന്ന ഒരു സ്ത്രീയെ പ്രണയിക്കാൻ നോക്കുന്നു, ചുംബിക്കാൻ നോക്കുന്നു. 38-40 വയസ്സുള്ള ജിസേലിന്റെ കൂടെ കയറി കിടക്കുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കേസാണോ? അത്രയോ മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയ്ക്കകത്ത് അവന് കിടക്കാൻ വേറെ ബെഡില്ലേ? ജിസേലിന് ബോധമില്ലേ? അവൻ ഒരേ ബെഡിൽ ഒരേ പുതപ്പിനകത്ത് കിടന്നാൽ ഇല്ലാത്ത വൃത്തിമാനം അനുമോളല്ലടോ, നമ്മളാ പറയുന്നേ, പൊതുസമൂഹം പറയുന്നുണ്ട്. നിനക്കത് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ രേവതി? നിന്റെ വീട്ടിലും നിന്റെ കുടുംബത്തിലും ഇത് നടക്കുന്നത് കൊണ്ടാണ്. നിനക്കത് പ്രോഗ്രസീവ് തോട്ടായിരിക്കാം, ഞങ്ങൾക്കത് പ്രോഗ്രസീവ് തോട്ടല്ല. നിന്റെ ഭർത്താവിനെ അവിടെ വെച്ചിട്ട് നീ ഇതുപോലെ ബിഗ് ബോസിനകത്ത് പോയാൽ വേറൊരുത്തന്റെ കൂടെ കയറി കിടക്കുമോ? അത് പ്രോഗ്രസീവ് തോട്ടായിട്ട് വരുമോ? അനുമോൾ പറഞ്ഞത് പാവപ്പെട്ട, അതായത് സാധാരണക്കാരായ മനുഷ്യരുടെ നാവാണ് അവൾ. അത്രയും പാവപ്പെട്ട വീട്ടിൽ ജനിച്ച കുട്ടിയാണത്. അവിടെ വളർത്തുന്ന, അവർ കൊണ്ടുവരുന്ന സംസ്കാരം അതിനകത്തുണ്ട്. ഇപ്പൊ കുറെ പണം വരുമ്പോൾ കാണിക്കുന്ന സാംസ്കാരിക ഉന്നമനമല്ല നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത്. പണം കയ്യിൽ കിട്ടുമ്പോൾ കാണിക്കുന്ന ഒരുതരം സംസ്കാര സമ്പന്നത. അതങ്ങ് എടുത്ത് കോണാത്തി വെച്ചാൽ മതി, അത് ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വരണ്ട കേട്ടോ രേവതി. നിങ്ങൾ പുട്ടിന് പീരീഡ് എന്നാണ് അനുമോൾ എന്ന് തള്ളുന്നതിന്റെ ആവശ്യം എന്താണ്? അനുമോൾ നിങ്ങളെ ചെയ്തത്? നിങ്ങൾ അനുമോൾ പിടിച്ച് കടിച്ചോ? ഇല്ലല്ലോ. ഈ ഒരു വിഷയത്തിൽ അനുമോൾ എന്തിനു കൊണ്ടുവരുന്നു? മോറൽ പോലീസിങ്, ഒരാളുടെ ക്യാരക്ടർ അസാസിനേഷൻ. നീ ആര്യന്റെ ക്യാരക്ടർ അസാസിനേഷൻ മാത്രമേ കണ്ടുള്ളൂ, ഒരിൻ്റെത് മാത്രമേ കണ്ടുള്ളൂ. ക്യാരക്ടർ അസാസിനേഷൻ നടക്കുന്നത് ലക്ഷ്മിയുടേതല്ലേ? അതേപോലെ തന്നെ അനുമോളുടേത് കാണുന്നില്ലേ? അനുമോളുടെ ക്യാരക്ടർ അസാസിനേഷൻ നീ കണ്ടില്ല? 30 വയസ്സ് പ്രായമുള്ള വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടിയെ ഈ രീതിയിൽ അവൾ കാമപ്രാന്തോടുകൂടി അവന്റെ കാലി കയറിയെന്ന് പറയുന്നത്, നിനക്ക് അതിനകത്ത് എന്താ വർത്തമാനം പറയാനുള്ളത്? ഏത് നേരവും 24 മണിക്കൂറും പോക്കർത്തരം പറയുന്നു. കയ്യിലൊരു ബൊമ്മ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റ് ഉൾപ്പെടെ അവളുടെ ആ ബൊമ്മയുടെ ആ വിഷയത്തിനെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പ്രേതകാരിയാക്കി വെച്ചിരിക്കുന്നു. എന്തൊക്കെ രീതിയിലാണ് അതിനെ അവഹേളിക്കുന്നത്? ഇത് കണ്ടിട്ട് നിനക്കൊന്നും തോന്നിയില്ല? അത് ക്യാരക്ടർ അസാസിനേഷൻ ആയിട്ട് തോന്നിയില്ല? ബൊമ്മയും കൊണ്ട് നടക്കുന്ന പ്രേതം എന്നാണ് ഏഷ്യാനെറ്റ് പോലും അവളെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. അവിടെ വന്ന ഡെമോ കണ്ടില്ലേ? ഇതൊക്കെ എന്ത് അന്യായമാണ്? അതങ്ങനെയാണോ? പൂ പോലത്തെ ഒരു കുട്ടീനെ പറ്റിയാണോ ഈ വൃത്തിയുടെ അത്രയും പറയുന്നത്? അവളുടെ ക്യാരക്ടറും അതുപോലെ തന്നെയാണ്, അവളും അങ്ങനെ തന്നെയാണ്. പിന്നെ അതിനകത്ത് പോയിട്ട് എന്താ മിണ്ടാന്ന് കുത്തിയിരിക്കണമോ? അവിടെ കണ്ടന്റ് കൊടുക്കണ്ടേ, കളിക്കണ്ടേ, ബുദ്ധികൂർമ്മത കാണിക്കണ്ടേ? അത് കാണിക്കുന്നതിന് എന്താ കുറ്റം? പിന്നെന്താ ഇന്നസെന്റ് ആയിട്ടിരിക്കണോ? അവൾ സിമ്പതി ക്രിയേറ്റ് ചെയ്യാനോ സിമ്പതിക്ക് വേണ്ടിയല്ല അതിനകത്ത് പോയത്. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ അവൾ കരയുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്ത് അവളെ വീണ്ടും ഇട്ട് കുത്തുകയാണ്. ഇന്നലെ തന്നെ നോക്ക് പ്രവീൺ ചെയ്ത വേല, കൂടെ നടന്നിട്ട് കുതികാലി വെട്ടിയ വൃത്തികെട്ട നായാണ് പ്രവീൺ. അവൻ ചെയ്തത് കണ്ടില്ലേ? എന്താ രേവതിക്ക് ഇതൊന്നും കണ്ണിന് കാണുന്നില്ലേ? തൊട്ടേനും പിടിച്ചേനും ഒക്കെ അനുവിനെ പറഞ്ഞ മകളെ പറയേണ്ടി വരും, മകൾ പറയുന്നത് കേൾക്കേണ്ടി വരും. അതൊരു സ്വാഭാവിക നീതിയാണ്, അത് മനസ്സിലാക്കുക. അനാവശ്യമായ ആ പെങ്കുച്ചിനെ തലേ കയറുമ്പോ അതിനുമില്ലേ പേരൻസ്? അതിനും ഒരു ഭാവിയില്ലേ? അനുമോള പറയുമ്പോഴത്തേക്ക് സുഖിക്കുന്ന നിനക്ക് നിന്റെ മകളെ പറയുമ്പോൾ ദോഷം വരുന്നത് എന്തുകൊണ്ടാ? നിന്റെ മകൾ അങ്ങനെയാണ് ആണെന്ന് പറയുകയാണോ ചെയ്യുന്നത്? നിന്റെ മകൾ അങ്ങനെ വിടുമോ എന്ന് ചോദിക്കുമ്പോഴത്തേ നീ എന്തിനാ അതിന് ഇങ്ങനെ വളച്ചുകൊണ്ടുവരുന്നത്? PR-കളോ? ആരാടി PR-കള്? എത്രയോ മനുഷ്യര്, എത്രയോ പേര് കാണുന്ന, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം അവർ പറഞ്ഞ ഉടനെ അവരെ PR ആക്കുന്ന. നീ അപ്പൊ ആരുടെ PR ആണ്? നിനക്ക് തോന്നിയതല്ലേ നീ പറയുന്നത്? നിന്നെ അവർ ഏഷ്യാനെറ്റ് ഒരു വിലക്കിയതല്ലേ? നിന്നോട് വിശേഷങ്ങൾ നീ പബ്ലിഷ് ചെയ്യട്ടെ, അതിൽ കൂടെ ആളുകൾ അട്രാക്ഷൻ നടത്തി കയറി വരട്ടെ എന്ന് വെച്ചാൽ നീയും ജീവിക്കട്ടെ എന്ന് വെച്ചിട്ട് അവർ ഡീറ്റെയിൽ തരുമ്പോ അവിടെയുള്ളവന്മാര് ചോർത്തി തരുന്ന സാധനങ്ങൾ അവരിടുന്നതിനേക്കാൾ മുമ്പ് നീ പബ്ലിഷ് ചെയ്ത് നീ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഷോയ്ക്ക് പോലും പ്രശ്നക്കാരിയായി നിൽക്കുന്നു എന്ന് അവർ പറയാതെ നിന്നെയല്ലേ പറഞ്ഞത്?
ഷോയിൽ നടക്കുന്ന കാര്യങ്ങൾ ഷോ കഴിഞ്ഞ ശേഷം വിളമ്പണം. അതിന് മുമ്പേ ഇരുന്നുകൊണ്ട് പ്രഡിക്ഷൻ പോലെ കള്ളത്തരം പറഞ്ഞു നടക്കുന്ന നിനക്ക് കൃത്യമായ മറുപടി തുടങ്ങിയപ്പോൾ തന്നെ അവർ തന്നില്ലേ? പിന്നെ ഇരുന്നുകൊണ്ട് നാണല്ലാതെ വള 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 നിന്നെ കണ്ട അപ്പത്തൊട്ട് തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങ് ആക്രാന്തമാണല്ലോ. എന്തുവാ ഈ ആക്രാന്തം? ആ ആക്രാന്തത്തിന്റെ പാരമ്പര്യം നിന്നുകൊണ്ട് അനുമോളിനെ അടിച്ചാൽ കിട്ടുമെന്ന് വിചാരിച്ചല്ലേ? അങ്ങനെ വാങ്ങിച്ചുണ്ണുന്ന അന്നം വെടക്കാണ്. അത്രേ പറയാനുള്ളൂ. PR-കളെ നിങ്ങൾ പൈസ വാങ്ങിയിട്ട്, നീ അത് പൈസ വാങ്ങാത്തോളാണെങ്കിൽ അത് ശരി, നീ പൈസ വാങ്ങിയിട്ടല്ലേ അത് ചെയ്തിട്ടുള്ളത്. ഇത്രയും മോശപ്പെട്ട ഒരു ചിന്താധാര ഈ ഒരു വിഷയത്തിൽ പോലും അനുമോളെ കൊണ്ടുവന്നിടാൻ നിനക്ക് നാണമില്ലേ സ്ത്രീയെ? ഒരു അല്പ ഉളുപ്പ്, ഒരു ലേശ ഉളുപ്പ്. എന്തരച്ചി, എന്ത് വർത്തമാനമാണ് പറയുന്നത്? അത് കേട്ടുകൊണ്ട് നിൽക്കുന്നത് ആണം കെട്ട സാധനം. കൂടുതൽ ഇനി അവളെ പറഞ്ഞാൽ നിനക്കെതിരെ ഞാനുണ്ടാവും. അത്രയേ ഉള്ളൂ.